മൂസിനെയും ചെറുതായി ഒന്ന് മയങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് കണ്ണ് തുറന്ന് എല്ലാവരും ഉറങ്ങിയോ എന്ന് നോക്കിയപ്പോൾ തൻ്റെ ഇക്കയെ അവിടെ എവിടെയും കാണുന്നില്ല. അല്ലാ, ഇക്ക എവിടെ പോയി എന്ന് കരുതി മൂസിന സീറ്റിൽ നിന്നും ഒന്ന് എഴുന്നേറ്റ് എല്ലായിടത്തേക്കും നോക്കി. എൻ്റെ അടുത്ത് ഇരുന്നതാണല്ലോ, ഇപ്പോൾ പെട്ടെന്ന് എവിടെ പോയി? കണ്ണുകൾ ഇക്കയെ തിരയുകയാണ്. പെട്ടെന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോൾ അതാ രണ്ട് സ്ത്രീകളുടെ ഇടയിൽ തൻ്റെ ഇക്ക ഇരിക്കുന്നത് കാണുന്നു. പെട്ടെന്ന് മൂസിനയ്ക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അപ്പോൾ താൻ കണ്ടത് സത്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പടച്ച റബ്ബേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. തന്നെ ഉറക്കി കിടത്തിയിട്ട് താൻ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മറ്റു പെണ്ണുങ്ങളുടെ അടുത്ത് പോയി സംസാരിക്കാൻ ഈ ഇക്കയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്ന് അവൾ ഹൃദയവേദനയോടെ തേങ്ങി. വളരെയധികം സങ്കടത്തോടെ ഇക്ക എന്ന് വിളിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അത്രക്കും നീചനീയമായ രംഗമാണ് മൂസിന അവിടെ കണ്ടത്. അവൾ എഴുന്നേറ്റ് നിന്ന്, അല്ലാ, ഈ വണ്ടിയിൽ എത്ര ആണുങ്ങളുണ്ട്, അവരൊക്കെ അവരുടെ ഭാര്യമാരുടെ അടുത്താണല്ലോ ഇരിക്കുന്നത്. പിന്നെ ഈ ഇക്ക മാത്രം എന്താ എന്നെ ഉറക്കി കിടത്തിയിട്ട് ആ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നത്? എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് വേദനയോടെ മൂസിന സീറ്റിൽ തന്നെ ഇരുന്നു. പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ടൂറൊന്നും പോരില്ലായിരുന്നു. ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല റബ്ബേ. എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഇക്ക മറ്റു പെണ്ണുങ്ങളോട് കൊഞ്ചിക്കുഴയുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദനയാണ്. ഇക്ക തൻ്റേത് മാത്രം ആകണം എന്നുള്ള വിചാരം കൊണ്ടായിരിക്കും. മൂസിന സങ്കടപ്പെട്ടു. ഇക്കയെ വിളിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല എനിക്ക്. ഇക്കയുടെ അടുത്ത് പോയി എന്താണിത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. ഒന്നും കാണാത്ത പോലെ അവിടെ തന്നെ ഇരിക്കാം. വേറെ വല്ല പെണ്ണുങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ചോദിക്കും, എല്ലാ ആണുങ്ങളും ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, പിന്നെ നിങ്ങൾ മാത്രം എന്താ ആ പെണ്ണുങ്ങളുടെ കൂടെ പോയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചൂടാവും. പക്ഷേ എനിക്ക് അതിനൊന്നും ഉള്ള ധൈര്യം ഇക്കയോടില്ല. അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കൊഞ്ചിക്കുഴയുന്നതും സംസാരിക്കുന്നതുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എൻജോയ്മെൻറ്റ്. എൻ്റെ കൂടെ ഇരിക്കുന്നതോ സംസാരിക്കുന്നതോ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ടൂറൊക്കെ പോകുന്നത്. എനിക്ക് എന്നും ദുഃഖം മാത്രമാണല്ലോ സംഭവിക്കുന്നത്. ഈ വണ്ടിയിലെ കുറച്ചാളുകൾ മാത്രം ഉറങ്ങുന്നുണ്ട്. കുറച്ചാളുകൾ വളരെ സന്തോഷത്തോടെ തൻ്റെ ഭാര്യമാരോടൊപ്പം സംസാരിച്ചിരിക്കുന്നു. താനിവിടെ സങ്കടപ്പെട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ഇരുട്ട് മൂടി തുടങ്ങിയ പ്രകൃതിയിലേക്ക് നോക്കി അവൾ പടച്ചവനോട് ചോദിച്ചു, എൻ്റെ ജീവിതവും ഇതുപോലെ ഇരുട്ടലാണല്ലോ റബ്ബേ. എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരിക?